ഇൻഷാ അല്ലാഹ് അത് വന്നാൽ എന്തൊക്കെയാ കാണുമെന്ന് അല്ലാഹു അഅലം. അല്ലേ, ജമിയത്തുൽ ഉലമ വന്നു. ഞങ്ങൾ ചെറിയൊരു പരീക്ഷണം 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ പരിശോധനയിൽ. അല്ലേ, ഇത് കൂടുതൽ എടുത്തു നോക്കുമ്പോ 1ാമത്തെ ചാപ്റ്ററിലാണ്, ഇനി 2ക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോഴേക്കും കണ്ടതെന്താ? സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെ മുച്ചോടും തകർക്കുന്നത്. മുസ്ലിം ആകാൻ എന്താ വേണ്ടത്? മിനൽ ഖവാഇദിൽ മുജ്മഇ അലൈഹാ ഇൻദ അഹ്ലി സുന്ന അന്ന മൻ നതഖ ബിശ്ശഹാദതൈനി ഹുകിമ ബിഇസ്ലാമിഹി. മിനൽ ഖവാഇദിൽ മുജ്മഇ അലൈഹാ, ഏകോപിതമായ അഭിപ്രായങ്ങളിൽപ്പെട്ടത്, ഏകോപിതമായ തീരുമാനം എന്താ? ഇന്ദ അഹ്ലി സുന്ന, അഹ്ലു സുന്നയുടെ ഏകാഭിപ്രായം എന്താണ് എന്ന് വിശദീകരിക്കാം. അന്ന മൻ നതഖ ബിശ്ശഹാദതൈനി, 2 ഷഹാദത്ത് കലിമ, സത്യസാക്ഷ്യ വചനം അംഗീകരിച്ച ആളുകൾ, നുതഖ ചെയ്ത ആളുകൾ, മൊടിഞ്ഞ ആളുകൾ, ഹുകിമ ബി ഇസ്ലാമിഹി, അവർ മുഴുക്കെ മുസ്ലിങ്ങളാണ്. അതാണ് അഹ്ലു സുന്നയുടെ തീരുമാനം, അഹ്ലു സുന്നയുടെ കാഴ്ചപ്പാട്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അതാണ്, സുന്നികളുടെ ആദർശത. നിങ്ങൾ ഏത് സുന്നിയ കൂട്ടരെ? ചേളാരി സുന്നി പറഞ്ഞൊരു പുതിയ സാധന. ഇത് പറയുമ്പോ ഇതുവരെ സമസ്തയിൽ സജീവമായ ആൾക്കാർക്ക് ഒരു വിഷമമുണ്ടാവും. എന്താ ഈ ചങ്ങായി ഇങ്ങനെ പറയണ? ഇതിനും മാത്രം ഇപ്പൊ എന്താണ്? ഇതിനും മാത്രം ഉള്ളത്? സുന്നികളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നത് മിനൽ ഖവാഇദിൽ മുജ്മഇ അലൈഹാ ഇൻദ അഹ്ലി സുന്ന. സുന്നികളുടെ വിശ്വാസം എന്താ? അന്ന മൻ നതഖ ബിശ്ശഹാദതൈനി ഹുകിമ ബിഇസ്ലാമിഹി. ഷഹാദത്ത് കലിമ അംഗീകരിച്ചവർ, അത് മൊടിഞ്ഞവർ, അവർ മുസ്ലിങ്ങളാണ് എന്നാണ്. ഹജ്ജ് ചെയ്ത്, സകാത്ത് കൊടുത്ത്, നോമ്പ് നോറ്റ്, നിസ്കാരം നിലനിർത്തി, ഷഹാദത്ത് ഉച്ചരിച്ച്, അതൊക്കെ കഴിഞ്ഞാലേ ഇസ്ലാം മുസ്ലിങ്ങളാകൂ എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ, സുന്നികളുടെ ആശയം അല്ലേ? അല്ല. ഇത് പറയുമ്പോ ഇവർക്കിപ്പോ നിസ്കാരം ഇതൊന്നും വേണ്ടാന്ന പോലെ പറയാൻ നിൽക്കണ്ട. നിസ്കരിച്ചിട്ടില്ലേ കുറ്റുണ്ട്, നോമ്പ് നോറ്റിട്ടില്ലേ കുറ്റുണ്ട്. കഴിവുള്ള ആൾക്കാര് ഹജ്ജ്, കഴിവുള്ള ആൾക്കാർ ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, ഇതൊക്കെ വേണ്ട തന്നെ. അത് ഇസ്ലാമിൽ അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ, മുസ്ലിം ആകാൻ ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷേ ആകുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരെക്കാൾ പമ്പര വെഡ്ഡികൾ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയായിട്ട് വേറെ ആരാണ്? ചില്ലറക്കാരിയാണത്. ഇതൊന്നും എതിർക്കി ഇപ്പൊ പുതിയ മാറ്ററാണല്ലോ. അത് ഇന്നേ ആശയത്തിന്റെ അടിസ്ഥാനത്തില പറഞ്ഞു നോക്കണ്ടി. വേറെ ബുക്ക് ഇതേ ക്ലാസ് ഞങ്ങളെടുത്തുണ്ട്. അപ്പൊ പറയണ്ട, ഇൻഷാ അല്ലാഹ് ഓരോന്ന് അങ്ങനെ വരുമ്പേ ഓരോന്ന് തിരുത്തി. ഇത് നിങ്ങൾ തിരുത്തൂല, സമസ്ത തിരുത്തിയിട്ടില്ല. തിരുത്തിയ ചരിത്രം കേട്ടിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ? ഇപ്പൊ ഈ പ്രമേയങ്ങൾ നിങ്ങളെ പുസ്തകത്തിൽ നോക്കിയാൽ വല്ലാതെ കാണൂല. ഇപ്പോ 1945 കാര്യവട്ടം സമ്മേളനം നടക്കുകയുണ്ടായി. ആ കാര്യവട്ട സമ്മേളനം സമസ്തയുടെ ചരിത്രത്തിൽ വലിയ പ്രഖ്യാതമായ സമ്മേളനമായിരുന്നു. കാര്യവട്ടത്തിൽ നിന്നാണ് തുടങ്ങും. അവിടുന്ന് കാര്യവട്ടിട്ട് കാര്യമല്ല അല്ലേ? അവിടുന്ന് ഞങ്ങൾ തുടങ്ങും. ആ പ്രമേയങ്ങൾ മുഴുവൻ ഒഴിവാക്കിയില്ലേ? തിരുത്തി. സമസ്തക്ക് തെറ്റുപറ്റൂല. മഹത്തുക്കളായ സമസ്തയുടെ നേതാക്കന്മാർ മെഗാ എന്താ കൂട്ടരെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് ഈ ഗൗരവം. സമസ്തക്ക് തെറ്റുപറ്റും. ഇനി നിങ്ങളിത് തിരുത്തണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, സിലബസ് പരിഷ്കരണം. ഇങ്ങോട്ട് ഈ പുസ്തകം മാറ്റിക്കളി. കുട്ടികളത് പഠിപ്പിക്കരുത്. ധാർമ്മിക ബോധം, ദീനിനോട് വല്ല സ്നേഹവും, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്നേഹബന്ധം ഉള്ള ആളുകൾ
സമസ്തയിലോ സമസ്തയെ പിന്താങ്ങുന്നവരിലോ ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ പ്രസ്താവന ഇറക്കണം. മദ്രസകളിൽ 6 എഡിഷനുകളിലായി 6 ലക്ഷത്തിലധികം പുസ്തകങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് പാവപ്പെട്ട പൈതങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിന് എതിരായ ദിശയിലേക്ക് ഞങ്ങൾ തിരിച്ചുവിട്ടതിന് നിർവ്യാജം ഖേദിക്കുന്നു. അതുകൊണ്ട് ആ പുസ്തകത്തിലെ ആ പാഠഭാഗം ഒരു മദ്രസകളിലും പഠിപ്പിക്കരുത് എന്ന് പ്രഖ്യാപിക്കാൻ അള്ളാഹുവിന്റെ ദീനിനോട്, ഇസ്ലാമിനോട്, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തോട് അല്പമെങ്കിലും സ്നേഹമുള്ള ഒരു കുട്ടിയെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ പറയാൻ തയ്യാറാകണം എന്ന് വിനയത്തോടു കൂടെ ആവശ്യപ്പെടുകയാണ്. പത്രത്തിൽ കൊടുക്കാൻ കായില്ലെങ്കിൽ ഞങ്ങൾ തരാം, ഒരു 2500 റുപ്യ. മലപ്പുറം ജില്ലയിൽ കൊടുക്കാൻ അത്ര മതി. ചന്ദ്രികയിൽ ചന്ദ്രിക എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് വലിയ ബേജാറാ അല്ലേ? എന്താ കാര്യം? ഇപ്പൊ മുതലക്കുളത്ത് പരിപാടി നടത്തിയിട്ട് ഈ അമ്പലക്കടവ് വളർന്നിട്ട് ചന്ദ്രികയിലുള്ള റിപ്പോർട്ട് വന്നില്ല. അങ്ങനെ ആക്കിയില്ല അങ്ങോട്ട് ലീഗുകാരെ നെട്ടിച്ച. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു. ലീഗും സമസ്തയും തമ്മിൽ ചർച്ച ഉണ്ടായപ്പോ ശിഹാബ് തങ്ങൾ എവിടെയാ നിൽക്കണേ? ഓല വൈസ് പ്രസിഡന്റ് ഒക്കെയാണ്. ശിഹാബ് തങ്ങൾ ലീഗിന്റെ പക്ഷത്തുനിന്നാ ഒപ്പിടുന്നത്. എനിക്കൊരു സന്തോഷം തോന്നുന്നു ഈ ലീഗുകാരന് എന്നുള്ള നിലയ്ക്ക്. ഈ കൗമിന്റെ ഒപ്പല്ലേ ഇരുന്നേ? നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം KPA മജീദ് സാഹിബ് കൂടെ മത്സരിച്ചു മഞ്ചേരിയിൽ മത്സരിച്ച് തോറ്റപ്പോ അതുവരെ ഒപ്പം കൂടിയിട്ട് ജയിക്കാനെ ഇമ്മളാളാക്കാന്ന് കരുതിയിട്ട് ഒപ്പം കൂടി തോറ്റ് പാളീസായപ്പോ സത്യധാരയിൽ അങ്ങോട്ട് എഴുതി ഈ അമ്പലക്കടവും മുസ്തഫ മുണ്ട് പറയും. ലീഗിന്റെ നയം ശരിയല്ല, ലീഗ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓല് പ്രകടനത്തിൽ കുട്ടികളൊക്കെ നിന്ന് ചാടാണ്, ബാൻഡ് മുട്ടാണ്. എന്തപ്പ അതൊക്കെ നിർത്തിക്കണോ? തോറ്റപ്പോ നെഞ്ഞത്ത് കയറിങ്ങാണ്ട് ചാടാൻ ഒന്നാമതായി വന്നത് ഈ അമ്പലക്കടവാണ്. ചന്ദ്രികങ്ങളെ നോട്ടീസാ അതിൽ കൊടുക്കാത്തതിന് ബേജാറ്. തോൽക്കണ സമയത്ത്, കുടുങ്ങണ സമയത്തല്ല ഒപ്പുള്ള ആൾക്കാരെ സഹായിക്കണ്ടേ? ഒറ്റ പ്രശ്നമാക്കണ്ട, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അടുത്തേലും നോക്കാന്നൊക്കെ പറഞ്ഞ ഒപ്പം നിൽക്കണ്ടേ? ലീഗാര് മുഴുവൻ മനം പൊട്ടിയിട്ട് ഇതുവരെ തോൽക്കാത്ത മഞ്ചേരിയിൽ മജീദ് തോറ്റപ്പോ വല്ലാതെ വേദനിച്ച് നിൽക്കുന്ന സമയത്ത് ഇവരൊരു കുത്തും. എങ്ങനെ ഉണ്ടാവും? ഇപ്പതാക്കണ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു പേടി ബേജാറുണ്ട്. തോൽക്കാൻ സാധ്യത ഉണ്ടോ? ലീഗുകാർ നന്നായി പ്രവർത്തിച്ചോളി. ഞാൻ ലീഗ് ഇതുവരെ അതിന്റെ വേദിയാക്കിയല്ലോ കേട്ടോ, ക്ഷമിക്കണം, ഞാൻ പിൻവലിക്കുന്നത്. എന്നാൽ വന്നു പോയതാ. അപ്പോ തോൽക്കോന്നൊരു സാധ്യത ഇങ്ങനെ കണ്ടപ്പോഴേക്കും ഇപ്പൊ തുടങ്ങാണ് ചന്ദ്രികക്കാർ ഞങ്ങളെ റിപ്പോർട്ട് ആക്കി കൊടുക്കാത്തോണ്ടാണ് തോറ്റത്. സമസ്ത മൈനസ് ലീഗ് സമം വട്ടപ്പൂജയല്ലേ കൂട്ടരെ? അല്ലേ? സമസ്തന്ന് ലീഗിനാണ് മാറ്റി നിർത്തുക. ലീഗ് ഇല്ലാത്തൊരു സമസ്ത എത്ര ആളുണ്ടാവും? തേങ്ങന്റെ കണ്ണ് മാതിരി 3 എണ്ണം ഉണ്ടാവും അല്ലേ? എന്നാ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ ലൈൻ സ്വീകരിക്കുക. മുസ്ലിം ലീഗിൽ ഉള്ള ആളുകളൊക്കെ സമസ്തയുടെ മദ്രസയെ സഹകരിക്കണ്ട, മദ്രസയുടെ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ വേണ്ട, അതിലൊന്നും വേണ്ട എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊരൊറ്റ മദ്രസ ഉണ്ടാവില്ല. പിന്നെ ആ ഏപ്പിക്കാരെ 4 മദ്രസയും കൊണ്ട് പിടിച്ചേക്കുള്ളൂ. അതിലെ കിട്ടിയ അവനാന്റെ പേരിലാക്കിയിരിക്കണ്. അതിലേതായാലും AP മുടുക്കനാ. മർക്കസ് കിട്ടിയപ്പോ വേഗം പേരിലാക്കി. ഇല്ല, മദ്രസയൊക്കെ സ്വന്തം പേരിലാക്കിയിരുന്നു. ഓല ഇടക്കിടക്ക് പറയും ഞങ്ങൾക്ക് സ്വന്തം മദ്രസ ഉണ്ട്, നിങ്ങൾക്ക് സ്വന്തം മദ്രസ ഉണ്ട് ഒന്ന് പറഞ്ഞാണി. നിങ്ങളെ മദ്രസയിലൊക്കെ ഞങ്ങളും ഉണ്ടാവും, വേറല്ലോ ഒക്കെ കഴിച്ചു ബാക്കിയല്ല ഇപ്പൊ ഈ സമസ്ത. ലീഗിനപ്പൊ ഇങ്ങനെ നെട്ടിച്ച അല്ലേ? എന്നിട്ട് ലീഗുകാർ അങ്ങനെ ആക്കും. നിങ്ങളൊരു പുണ്ണാക്കും ആക്കൂല അല്ലേ? ഇൻഷാല്ലാ ലീഗിന്റെ വേദിട്ടിട്ട് നിങ്ങളൊക്കെ അങ്ങോട്ട് എതിരായി വന്നാൽ ഞാനൊക്കെ ഉണ്ട് ലീഗിന്റെ സജീവ പ്രഭാഷകനേക്കാരോ. അപ്പൊ ഞാൻ പറഞ്ഞത് പരിശുദ്ധമായ ദീനിന്റെ ആശയാദർശങ്ങളെ ബലികഴിക്കുന്ന രീതിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെ വളരെ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നതിൽ നിർലജ്ജം പാവപ്പെട്ട പൈതങ്ങളുടെ ഈമാൻ കവരാൻ വേണ്ടിയാണ് ഇവര് ഇതിറക്കിയത്. പിൻവലിക്കണം, അല്ലെങ്കിൽ പരിഷ്കരണം നടത്തിയിട്ട് ഇത് മാറ്റണം. നാളെ SKSSF പതുക്കെ ചെല്ല വിദ്യാഭ്യാസ ബോർഡിന്റെ, ജമിയത്തുൽ മുഅല്ലിമീന്റെ, മുഷാവറിന്റെ ഒക്കെ മെമ്പർമാരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും ഉസ്താദേ, എൻ്റെ വാപ്പ
കൃത്യമായിട്ട് നിസ്കരിക്കലില്ല, മൂപ്പര് മുസ്ലിമാ. അപ്പൊ ആന്ന് പറഞ്ഞ പിന്നെ എന്തെങ്കിലും ഈ 2ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ എഴുതിയിരിക്കണ്. അല്ലാന്ന് പറഞ്ഞാലോ എന്ത് പറഞ്ഞാലും കുഞ്ചിരായും കുടിച്ച് ഇങ്ങനെ മാതിരിയായിരിക്കും. നമ്മുടെ ഇന്ത്യ വൈസ്രോയിന്റെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യ വൈസ്രോയി ഇർവിൻ പ്രഭു അവർകളും പത്നിയും സർക്കീറ്റിൽ നിന്ന് മടങ്ങി ഡൽഹി പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഏതോ ദുഷ്ടന്മാർ ബോംബ് പ്രയോഗിച്ചതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ സന്തോഷത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. മനസ്സിലായി? ഈ പ്രമേയം അവതരിപ്പിച്ച് എന്താ പറയുന്നത്? ഇന്ത്യ വൈസ്രോയി ഇർവിൻ പ്രഭു. ഈ ഇർവിൻ പ്രഭുവും പെണ്ണുങ്ങളും സർക്കീറ്റ് പോകാൻ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗ സന്ദർശിക്കാൻ പോയതല്ല. ഏതെങ്കിലും യത്തീംഖാനൊക്കെ സംഭാവന കൊടുക്കാൻ വേണ്ടി പോയതല്ല. രാജ്യത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പൈതാഹം തീർക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി പോയതല്ല. അതല്ലെങ്കിൽ മര്യാദക്കൊരു തുണിയും കുപ്പായം വാങ്ങിയിട്ട് പെണ്ണുങ്ങൾക്ക് ഇട്ടുകൊടുക്കാനും കരുതിയിട്ട് അതിന് പോയതല്ല. പിന്നെ സർക്കീറ്റിന്. ഇംഗ്ലീഷുകാർ സർക്കീറ്റിന് പോയാൽ എങ്ങനെയാക്കാരം? ഇംഗ്ലീഷുകാർ നമ്മളിപ്പോ എവിടെക്കെങ്കിലും ഒക്കെ പോകുമ്പോ ഇംഗ്ലീഷ് കോട്ടക്കലാണല്ലത്. ആര് വൈദ്യശാലയ്ക്ക് വന്നിട്ടുണ്ടാവും ഉജ്ജാൻ വേണ്ടിയിട്ട്, ഉഴിച്ചിൽ കടച്ചിൽ വേദന അതിനൊക്കെ വന്നിട്ടുണ്ടാവും. എങ്ങനെയുണ്ടോ അങ്ങാടിക്ക് നാളെ നേരം വെളുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി ഏതാപ്പ നമ്മളെ സമസ്തക്കാര് സന്തോഷം വെളിവാക്കിയ ഇംഗ്ലീഷുകാര് എന്നാലോചിച്ചിട്ട് കോട്ടക്കലിലെ തെരുവീതിയിലേക്ക് പോയാൽ കാണാ ഹാഫ് നിക്കർ ഇട്ടുകാണ്ട് കുറച്ച് ടീം ഇങ്ങനെ വരുന്നേ അല്ലേ. അതാണ് സമസ്തയുടെ മുഷാവറ കൂടിയിട്ട് ഓല് ഡൽഹിയിൽ എപ്പോ മലബാറിലെ മാപ്പിള മക്കളെ കൊന്നു തിന്നാൻ ഏത് രീതിയിൽ ഈ പ്രമേയം പാസാക്കിയ ഈ പ്രമേയം കൊണ്ടുവന്ന കല്ലടി മൊയ്തുട്ടി സാഹിബ്. ആരാ ഇയാളെന്നറിയോ നിങ്ങൾക്ക്? കല്ലടി ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ വാഗൺ ദുരന്തം നടക്കുമ്പോ ആ വാഗൺ ദുരന്തത്തിന്റെ ചിത്രം നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ മലപ്പുറത്തെ വളപുരത്തും മറ്റുമുള്ള നമ്മുടെ പാവപ്പെട്ട മുസ്ലിങ്ങൾ അടക്കമുള്ള 4 ഹിന്ദുക്കളും മുസ്ലിങ്ങളും 100ഓളം ആളുകൾ ഒരു വാഗണിൽ സാധനം കൊണ്ടുപോകുന്ന ട്രെയിനിൽ വാഗണിൽ കുത്തിക്കേറ്റി നിറക്കാൻ ഇംഗ്ലീഷുകാരൻ. എന്നിട്ട് തിരൂരിൽ നിന്ന് ഇവര് കൊണ്ടുപോകാൻ വാഗണിൽ. നിങ്ങൾക്കൊക്കെ സുപരിചിതമായ കഴിഞ്ഞ സെപ്റ്റംബർ 19-ാം തീയതി ആ വാഗൺ ട്രാജഡിയെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ പത്രങ്ങളിൽ വന്നിരുന്നു. ആ വാഗൺ ട്രാജഡി ദുരന്തം ആളുകളെ, ഇന്ത്യക്കാരനെ, മുസ്ലിങ്ങളെ, മലപ്പുറത്തുകാരെ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന 4 ഹിന്ദുക്കളും 100 മുസ്ലിങ്ങളും അതിൽ ഒരുപാട് മുത്തഅല്ലിമുകളായിരുന്നു അല്ലേ? സമസ്ത മൗലവിമാരെ പാർട്ടിയാണല്ലോ. മുത്തഅല്ലിമുകളായിരുന്നു. എന്നിട്ട് അവരെ കുത്തി നിറച്ചിട്ട് വാഗണിൽ കയറിയിട്ട് ലോക്ക് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കാൻ നോക്കുമ്പോ ഇറക്കാൻ കഴിയാതെ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചയക്കാൻ. അങ്ങനെ തിരൂര് വന്നിട്ട് വാഗൺ തുറന്നു നോക്കുന്ന സമയത്ത് അതിന്റെ ചരിത്രം വിവരിച്ച ചരിത്രകാരന്മാർ അതിൽ പെട്ടിട്ട് മരിക്കാതെ ബാക്കിയായ ചില ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങള് വാഗണിൽ കയറ്റിയ ഉടനെ വെള്ളത്തിന് ദാഹിച്ചു. ശ്വാസോച്ഛ്വാസം നടത്താനുള്ള, ശ്വസിക്കാനുള്ള ഓക്സിജൻ ലഭിക്കാതെ പരസ്പരം കടിച്ചു കീറാൻ തുടങ്ങി. ദാഹജലം കിട്ടാതെ വിഷമിച്ചപ്പോ സ്വന്തം സ്നേഹിതനായ സഹോദരന്റെ ശരീരത്തിൽ മാന്തിയും കടിച്ചും പുറത്തേക്ക് വരുന്ന രക്തത്തിന്റെ തുള്ളികൾ നക്കിയെടുത്ത് നാവിൽ പുരട്ടി ദാഹശമനം നടത്തി. അങ്ങനെ ദാഹിച്ചും ശ്വാസം മുട്ടിയും 70ഓളം മനുഷ്യ മക്കൾ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. തിരൂരിലെ കോരങ്ങത്തെ പള്ളിയുടെ ശ്മശാനത്തിൽ പോയിട്ട് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആത്മാക്കളോട് ചോദിച്ചു നോക്ക്. ബ്രിട്ടീഷുകാരൻ തിരൂരിലെ, മലപ്പുറത്തെ, മലബാറിലെ, വളപുരത്തെ, കുരുവമ്പലത്തെ പാവപ്പെട്ട ദർസ് വിദ്യാർത്ഥികൾ അടക്കമുള്ള മുസ്ലിങ്ങളെ വാഗണിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി കൊല ചെയ്ത് അതിനിഷ്ഠൂരമായി കൊല ചെയ്തിട്ട് രണ്ടാമത് തിരൂരിലേക്ക് കൊണ്ടുവന്നിട്ട് മരിച്ചു കിടക്കുന്ന 100 കണക്കിന് മനുഷ്യ മക്കൾ. ഇതിനെതിരെ ഇന്ത്യ രാജ്യത്ത് പ്രതിഷേധമുയർന്നപ്പോ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുയർന്നപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് അന്വേഷിക്കാൻ വേണ്ടി AR നാപ്പിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു.
ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിട്ട് മലബാറിന്റെ നെഞ്ചകത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയ മാപ്പിള മക്കൾ മുത്തഅല്ലിമുകൾ അടക്കമുള്ള 4 ഹൈന്ദവ സുഹൃത്തുക്കൾ അടക്കമുള്ള 70ഓളം മനുഷ്യ മക്കളെ അതിക്രൂരമായി നിഷ്ഠൂരം കൊല ചെയ്ത ഈ കാർപാലികന്മാരായ ബ്രിട്ടീഷുകാരൻ ചെയ്ത ഈ നരമേധത്തെ അത് ബ്രിട്ടീഷുകാരൻ ചെയ്ത ഒരു തെറ്റല്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത ആളെ പേരാണ് കല്ലടി മൊയ്തുട്ടി സാഹബ്. ആ വൃത്തികെട്ടവനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന നിങ്ങളുടെ ഔലിയാക്കന്മാര് സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പ്രമേയത്തിന്റെ അവതാരകൻ. ആ അവതാരകന്റെ പിന്നാമ്പുറത്ത് നിന്ന് പിന്താങ്ങുകയായിരുന്നു പാങ്ങക്കാരന്റെ പണി. ആലോചിച്ചോ കാണി. വാഗൺ ട്രാജഡി ദുരന്തത്തിൽ മരിച്ചു വീണ മക്കളോട് ഏതെങ്കിലും തരത്തിൽ ദേശാഭിമാനത്തിന്റെ പേരിലെങ്കിലും ഒന്ന് താതാത്മ്യം കൊള്ളാൻ, ഐക്യദാർഢ്യപ്പെടാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ കല്ലടി മൊയ്തുട്ടി ബഹദൂർ അദ്ദേഹം അത് ശരിയല്ല എന്നെങ്കിലും പറയേണ്ടിയിരുന്നു. ഇനി ആ പൊട്ടൻ അത് പറഞ്ഞില്ല എന്നിരിക്കട്ടെ, എങ്കിൽ ഔലിയാക്കന്മാരുണ്ടാക്കിയ സമസ്തന്റെ നേതാക്കന്മാര് ഈ കോന്തനെ കൊണ്ടുവന്നിട്ട് പ്രമേയം പാസാക്കാനും അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക വഴി നിങ്ങളെ സൃഷ്ടിച്ച യഥാർത്ഥ നിങ്ങളുടെ സൃഷ്ടികർത്താവായ ഇർവിൻ പ്രഭു, നിങ്ങൾക്ക് ബീജാഭാവം നൽകിയ ഇർവിൻ പ്രഭു, അവനുമായി താതാത്മ്യം കൊള്ളുകയായിരുന്നു നിങ്ങൾ, അല്ലേ? ആലോചിച്ച് നോക്കാണി. കല്ലടി മൊയ്തുട്ടി സാഹിബ് അത് അവതരിപ്പിക്കുന്നു. മുഷാവറ കൂടിയിട്ടെന്താ പറഞ്ഞത്? പറയേണ്ടിയിരുന്ന എന്താ? ഈ നരമേധം, ഈ മനുഷ്യരെ അതിക്രൂരമായി കൊല ചെയ്യുന്ന ഈ പ്രക്രിയ ഇത് അവസാനിപ്പിക്കണമെന്ന് നിങ്ങളുടെ മുഷാവർ പറഞ്ഞില്ല. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകണമെന്ന് ഒരൊറ്റ ഒരു പ്രമേയം പോലും പാസാക്കിയില്ല. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകണമെന്ന് ഒരു ഒരൊറ്റക്ഷര പ്രമേയം പോലും പാസാക്കിയില്ലെന്നു മാത്രമല്ല, RSSകാരൻ സംഘ് പരിവാർ കക്ഷികൾ ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നും പറഞ്ഞില്ല എന്നു ആക്ഷേപിച്ച നിങ്ങൾ ചെയ്തതെന്താ? നിങ്ങളൊന്നും പറഞ്ഞില്ല എന്നു മാത്രമല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റിന് സർവശക്തിയും പകർന്നുകൊടുത്തവരുടെ നിലനിൽപ്പിന് വേണ്ടി വെള്ളവും വളവും കൊടുക്കുകയായിരുന്നു എന്നത് ഒരു ചരിത്ര സത്യമായി ഇന്നും ജനങ്ങൾ ഭയത്തോടുകൂടെ നോക്കിക്കാണുകയാണ്, അല്ലേ? ആലോചിച്ച് നോക്കാണ്. ഇന്ത്യ വൈസ്രോയി ഇർവിൻ പ്രഭുവും അവர்களுം പത്നിയും സർക്കീറ്റ്, സുന്നത്തായ കർമാണല്ലേ, സർക്കീറ്റിൽ നിന്ന് മടങ്ങി വരുമ്പോ ഏതോ ദുഷ്ടന്മാർ ഈ നാട്ടിലെ ആയിരക്കണക്കിന് ആൾക്കാരെ കൊല ചെയ്യാൻ വേണ്ടി നടക്കുന്ന കഴുകനെ കാണുമ്പോ കല്ലുണ്ടെങ്കിൽ കൊടുക്കൂലേ, തലക്കുറ്റി കയറി ബോംബ് കാത്തു. ഈ വിറ്റങ്ങളെടുത്തൊരു ബോംബ് ഉണ്ടായിരുന്നു, അത് മേത്ത് കിട്ടപ്പാണ് മരിച്ചു. എന്നാലും അച്ഛനെ മരിച്ചല്ലോ, നമ്മളെ ഇരുവൻപൊറു വലിയുള്ള അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്ന, അതിന്റെ മേത്ത് പറ്റിയിട്ട് ആകെ ചിതറിത്തെറിച്ചു. രാജീവ് ഗാന്ധി ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് മരിച്ച മാതിരി ആകെ ചിതറിത്തെറിച്ചു. ഇല്ല. അയാളെ തലണ്ട് തെറിച്ചു. ഇല്ല. അയാളെ കാലൊടിഞ്ഞു. ഇല്ല. അയാളെ കൈമുറിഞ്ഞു. ഇല്ല. അയാളൊരു വിരല്. ഇല്ല. അയാൾ നഖം തെറിച്ചു. ഇല്ല. അയാളൊരു കേശം പോയി. ഇല്ല. ഒന്നും സംഭവിച്ചില്ല. അപ്പോ ഇർവിൻ പ്രഭുവും പെണ്ണുങ്ങൾ അങ്ങനെ പോയപ്പോ ബോംബൻ പൊട്ടിയ പോലെന്ത് ഒരു വലിയുണ്ടല്ലോ, അതിന് അനുശോചനം, ബലിക്ക് അനുശോചനം. ആലോചിച്ച് നോക്കാണ് നമ്മളെ പൊന്നു മുഷാവറാംഗങ്ങളൊരു, അല്ലേ? മുഷാവറ കൂടിയിട്ട് വ്യസനം, വല്ലാത്ത ദുഃഖം. അടച്ചോനെ, നമ്മളെ ഇർവിൻ പ്രഭുവും പെണ്ണുങ്ങളും ഡൽഹി കൂടെ പോയപ്പോ ബോംബ് ഇട്ടത്ര ഓൽക്കൊന്നും പറ്റിയില്ലത്ര, എന്നാലും പേടിച്ചിട്ടുണ്ടാകുമല്ലോ മുഷാവറ. അള്ളാന്റെ ഔലിയാക്കന്മാര്, അല്ലേ? പൊതുജനങ്ങൾ ആലോചിക്കുക. ഇഞ്ഞ് സമസ്തന്റെ വിശദീകരണത്തിന് വേണ്ടി പോകുമ്പോ ഫോട്ടോഷാറ്റ് വേണമെങ്കിൽ നമ്മളെ സ്റ്റഡി സെന്ററിന്റെ ഇവിടുത്തെ പ്രവർത്തകർ നമ്മളെ ജലീൽ പാണക്കാരനോടോ അല്ലെങ്കിൽ ആട്ടീരി ഷംസുദ്ദീനോടോ ഒക്കെ ചോദിച്ചാൽ മതി, അവരെടുത്ത് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഇതിനൊരു മറുപടി പറഞ്ഞു, എന്നിട്ട് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ നമുക്ക് അവിടെ ഒരു പ്രസംഗത്തിന് പെർമിഷൻ കിട്ടുന്ന രീതിയിലുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ അടുത്ത കുറച്ച് സാധനങ്ങൾ തരാണ്ട് അതുകൂടിയാണ് വെച്ചു കൊടുത്താൽ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ഉണ്ടാവും താഴെ. എന്നിട്ടോ ഒന്നും സംഭവിക്കാത്തതിൽ, ഇവർക്കൊന്നും സംഭവിക്കാത്തതിൽ
അളവറ്റ സന്തോഷത്തെ രേഖപ്പെടുത്തുന്നു. ഇർവിൻ പ്രഭുവിനും പെണ്ണുങ്ങൾക്കും ഒന്നും പറ്റിയില്ലല്ലോ, നമ്മളെ നാട്ടിലത്തെ കുറച്ച് ആൾക്കാരും കൂടി കൊല്ലാൻ വേണ്ടിയിട്ടേ ഓൽക്ക് അവസരം ഉണ്ടായാലും അൽഹംദുലില്ലാഹ്. മുഷാവർക്ക് വലിയ സന്തോഷം, അളവറ്റ സന്തോഷത്തെ വെളിവാക്കുക. രസല്ലേ? ആലോചിച്ചു നോക്കൂ. അപ്പോ മഹത്തുക്കളായ മഹാമനീഷികളോട് കളിക്കുമ്പോ നോക്കണം. എന്നാ അപ്പൊ നിങ്ങൾ ഇപ്പൊ അതിനൊക്കെ മാറിയിക്കണം. ജാലികയൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഇന്നപ്പത്തെ നേതാക്കന്മാര് ചിലപ്പോ അന്നിപ്പോ അങ്ങനെ പറഞ്ഞു പോയി. വരക്കൽ മുല്ലക്കോയ തങ്ങള്, അത് മറ്റേ ലോകം സാഹിബിന്റെ കൂട്ടുകാരനായിട്ട് ഇവർ പറയാൻ എന്താ അറിയോ? വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന മഹാമനീഷി കടലിന്റെ തിരമാലകൾ ആഞ്ഞടിച്ചു വരുന്ന സമയത്ത് അലമാലകളോട് അടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ ആ കടലിന്റെ അലമാലകൾ അടക്കി നിർത്താൻ കഴിവുള്ള മഹാനുഭാവൻ ആ വരക്കൽ മഖാമിലേക്ക് ശംസുൽ-ഉലമയുടെ ആ പവിത്രമായ ദേഹം കൊണ്ടുവരുന്ന സമയത്ത് അവിടെ കൈവെക്കാൻ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് സാധിക്കുമായിരുന്നു. പൂക്കോട്ടൂര് എന്നാ ഞാനും ചോദിക്കട്ടെ, അലയടിക്കുന്ന കടലിന്റെ ഓളങ്ങളോട് അരുതെന്ന് പറഞ്ഞ മഹത്തായ കരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 2ാം ക്ലാസ്സിലെ ബുക്കിൽ നിന്ന് ഈ അവിഹിതമായി കടന്നു വന്ന ഈ ആദർശ പാപ്പരത്തം കടന്നു വരുമ്പോൾ അരുത് എന്ന് പറയാൻ ഉണ്ടാകുമായിരുന്നില്ലേ? എന്ത് ആ കരങ്ങൾ അവിടെ പ്രത്യക്ഷമായില്ല? സമസ്തയിലൊരു വിലായത്തുള്ള ഔലിയന്റെ കറാമത്ത് എന്തേന് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് പണി? ലോഗോൻ സാഹിബിന് മലബാർ മാനുവൽ എഴുതാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ ചരിത്രം പകർന്നു കൊടുക്കേനി. മലബാർ മാനുവൽ എടുത്തൊന്ന് വായിച്ചു നോക്കണ്ടി. മുസ്ലിങ്ങളെ അതിനിഷ്ഠൂരമായി നീചമായി ചരിത്രത്തിൽ എന്നെന്നും വക്രീകൃതമായി കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ചരിത്രത്തെ വക്രീകരിക്കാൻ ജനിച്ചൊരു നികൃഷ്ട ജീവി എഴുതിയതാണ് എന്ന് തോന്നും വിധത്തിലാണ് മുസ്ലിങ്ങളുടെ ചരിത്രം മലബാർ മാനുവലിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്. ആ മലബാർ മാനുവൽ എഴുതുന്നതിന് വേണ്ടി ലോഗൻ സാഹിബിന് മലബാർ മുസ്ലിങ്ങളുടെ എല്ലാ ചരിത്രവും പകർന്നു കൊടുത്ത ആളാണത്രേ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അല്ലേ? ബ്രിട്ടീഷുകാരനോട് സന്ധിയില്ലാ സമരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് AR നഗർ എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരൊരു പഞ്ചായത്തുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന ആ ധീരദേശാഭിമാനി, അദ്ദേഹം പോരാട്ടത്തിനിറങ്ങിയപ്പോ അദ്ദേഹം കാഫിറാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു. സമസ്തയുടെ ജീവാത്മാവും പരമാത്മാവുമായി അന്നറിയപ്പെട്ടിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. എന്താ സമസ്തക്കാര് പാങ്ങക്കാരന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാൻ ഒരുങ്ങാത്ത? ചെറുശ്ശേരിയോട് പോയി അന്വേഷിക്ക്. ചെറുശ്ശേരി കുട്ടികളെ പഠിപ്പിക്കുമ്പോ തങ്ങളുടെ പാഠഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഇപ്പൊ അത് നിർത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ പ്രഭാഷണം തുടങ്ങിയപ്പോ മജീദ് ഉസ്താദ് അത് കേട്ടയാളാ. എന്താ പറയുന്നത്? പാങ്ങക്കാരൻ അവസാനം മരിച്ചത് വിരാന്തായിട്ടാണ്. എന്റെ കാര്യം ചരിത്രത്തിൽ വളരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കാഫിറാണി എന്ന് പ്രഖ്യാപിക്കുകയാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ചെറുശ്ശേരി പറഞ്ഞ കാരണം അതിൽ അതിലേറെ ഭീകരാൻ. എന്താ ചെറുശ്ശേരി പറഞ്ഞത്? ബ്രിട്ടീഷുകാരനെതിരെ സമരസജ്ജരാകണമെന്ന് പ്രഖ്യാപിച്ച് പോരാട്ടത്തിന്റെ രീതിശാസ്ത്രത്തിന്റെ പുതിയ അലയൊലികൾ സൃഷ്ടിച്ച മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, മഹാനുഭാവന്റെ